ടെൻഷൻ ഉണ്ടോ? ഇല്ല. മുഖം കണ്ടാലേ ഇവിടെ നമുക്ക് ചിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് ലോഡിങ് കണ്ടോ? വെബിനെ കണ്ടോ? ഹാപ്പി അല്ലേ? ഇനി ഒന്നിപ്പഴിച്ച മൂന്നെന്നാണ്. പിന്നെ മൂന്നാമത്തേൽ നമുക്ക് നോക്കാം അല്ലേ? നമ്മളൊക്കെ എവിടെ പ്രസവിച്ചത്? SIT-ലും പിന്നെ കടപ്പുറം ആശുപത്രി, വണ്ടാൻ ആശുപത്രി ഒക്കെയാണ്. ഇതുണ്ട്, ഇത് വരാൻ പോകുന്നത് ഓൺ സെറ്റപ്പിൽ കേട്ടോ, ഓൺ സെറ്റപ്പ്. അപ്പോൾ ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് എവിടെ പോവാണ്? നമ്മൾ ഇന്ന് അനോമലി സ്കാൻ ചെയ്യാൻ പോവാണ്. അതെ, നമ്മൾ 5ാമത്തെ മാസത്തെ സ്കാനിന് പോവാണ്. ഇന്ന് നമുക്ക് ആരെ കാണാൻ പറ്റും? നമുക്ക് കുഞ്ഞാപ്പിനെ കാണാൻ പറ്റും. അപ്പം ഓക്കെ ആണോ, ഗ്രോത്ത് ഒക്കെ ഉണ്ടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടാ, എല്ലാം ഇന്ന് അറിയാൻ പറ്റും. അതെ, പിന്നെന്താ, ഹാർട്ട് ബീറ്റ് കേൾക്കാല്ലേ? അതെ, ഹാർട്ട് ബീറ്റ് ഇപ്പം പക്ഷേ ചെയ്ത് വെച്ച് നോക്കിയാലും എനിക്ക് കേൾക്കാം കേട്ടോ. എനിക്ക് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് ഉണ്ട്, നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. നമ്മള് ഇന്ന് കിൻഡറിലോട്ടാണ് പോകുന്നത്, ഓൺ ദ വേ ആണ്. നമ്മളിപ്പം ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് നിർത്തി, നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം ബാക്കി നമുക്കിനി ആശുപത്രി സെറ്റപ്പ് ഒക്കെ നമുക്ക് കാണിച്ചു തരാം. അടിപൊളി ആശുപത്രി. നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. ഇനി നമുക്ക് ഹോസ്പിറ്റൽ ടൂർ കാണാം. അത് ഹോസ്പിറ്റൽ ടൂർ നമുക്ക് കാണാം. പിന്നെ ഹോസ്പിറ്റലൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ വന്ന് കയറി നമ്മളതിൽ എഴുതി കൊടുത്തല്ലേ? അല്ലേ, നമുക്ക് ചെറിയ ചുമലൊക്കെ ഉണ്ട്, ആൾക്കാർ നോക്കുന്നുണ്ട്. പക്ഷേ വീട് അതെ. അപ്പം എക്സൈറ്റഡ് ആണോ? കൈൻഡ് ഓഫ്. നമ്മുടെ ഫയലൊക്കെ വെച്ച് റെഡി ആയിരിക്കുകയാണ്. ഫയൽ പൊക്കി കാണിക്കും. അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി ഇനി ഡോക്ടറെ കാണണം, സ്കാൻ ചെയ്യണം അല്ലേ? നമ്മൾ ഇത്രയും കാലം വേറെ ഹോസ്പിറ്റലാണ് കാണിച്ചത്. പിന്നെ നമ്മൾ അനോമലി സ്കാൻ ഇങ്ങോട്ട് ഇട്ട്, പിന്നെ ഡെലിവറിയും ഇവിടെ ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇത് ചേർത്തലയിലുള്ള കിൻഡർ ഹോസ്പിറ്റലാണ്. പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ ഇവിടെ അകത്ത് കയറിയിട്ടിരിക്കേണ്ട മൈക്കുണ്ട്, പക്ഷെ എൻട്രി ഇല്ല. അപ്പം ഞാനിവിടെ എന്തായാലും വെയിറ്റ് ചെയ്യണം. ഇവിടെ ലൈസൻസിൻ്റെ ഒക്കെ കുറച്ച് ഇഷ്യൂസ് കാരണം നമുക്ക് ക്യാമറ ആയിട്ട് അകത്ത് കയറാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നം. കുഴപ്പമില്ല, ഞാൻ പോയി വന്നിട്ട് പറയാം. എക്സ്പ്ലെയിൻ ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിച്ചു തരിക. എക്സൈറ്റഡ്? ടെൻഷൻ ഉണ്ടോ? നമ്മുടെ കൂടെ ടെൻഷൻ അടിക്കാൻ വേറെ ആളും ഉണ്ട്. പുള്ളിയുടെ വൈഫും അകത്തോട്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ ഡേറ്റ് എന്നാ പറയുന്നത്? മെയ്. അവർ മെയ് ആണ്, ഞങ്ങൾ ഫെബ്രുവരി. ടെൻഷൻ ഉണ്ടോ? ഇല്ല. മുഖം കണ്ടാലേ നമുക്ക് ബാക്കി അവർ ഇറങ്ങിയിട്ട് നമുക്ക് ചോദിക്കാം. നമ്മളിവിടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. ഇത് എവിടെ? ഗോവിന്ദ എവിടെ പോയി? കണ്ടോ? വെബിനെ കണ്ടോ? ഹാപ്പി അല്ലേ? നമ്മൾ ആശുപത്രിയുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ കാണാനും റൂംസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. എന്തായാലും നമ്മളിവിടെ പ്രസവിക്കുന്നില്ല, അപ്പം അതൊക്കെ നോക്കി വെക്കണമല്ലോ. നേരത്തെ കണ്ട് പഠിച്ചു വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിങ്ക് ബലൂൺ കണ്ടോ? അത് ഗേൾ ബേബിയുള്ള റൂമാണ്. ഇവിടെ ബ്ലൂ ബലൂൺ ഉള്ളത് ബോയ് ബേബിയുടെ റൂമാണ്. അത് കൊള്ളാം അല്ലേ? കണ്ടു വെച്ചോ എല്ലാവരും കേട്ടോ, പേടിക്കണ്ട. അല്ല, ഇവർ കണ്ടു വെച്ചോളം പറയായിരുന്നു. സെറ്റപ്പാണ്. ഡ്യൂലക്സ് റൂം കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവിടെയാണ് ഗൈസ് നമ്മൾ വരാൻ പോകുന്നത്. നമ്മളൊക്കെ എവിടെ പ്രസവിച്ചത്? SIT-ലും പിന്നെ കടപ്പുറം ആശുപത്രി, വണ്ടാൻ ആശുപത്രി ഒക്കെയാണ്. ഇതുണ്ട്, ഇത് വരാൻ പോകുന്നത് ഓൺ സെറ്റപ്പിൽ കേട്ടോ, ഓൺ സെറ്റപ്പ്. അതെനിക്ക് എന്തെങ്കിലും കാലൊക്കെ വെക്കാനായിരിക്കും അല്ലേ? ഒന്നും ചോദിക്കണ്ടല്ലോ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം. എനിക്കറിയത്തില്ല എന്തെങ്കിലും സാധനം. കൊള്ളാം കേട്ടോ. ഫ്രിഡ്ജുണ്ട്. നേരെയോ എടുക്കാമല്ലോ. കഴിക്കുന്നത് മുട്ട പപ്സ്. അപ്പോൾ നമ്മളെടുത്ത് നമ്മളെ ഒരു തവണ കാണിച്ചു, ഏകദേശം 9:30 മണിയായപ്പോൾ നമ്മൾ കാണിച്ചതാണ്. അപ്പം ഒന്നും കൂടെ കാണിക്കണം. ഒരു സൈഡ് കിട്ടി, അടുത്ത സൈഡിന് വേണ്ടിയിട്ട് നമ്മൾ 11:30. ഇനിയിപ്പോൾ നമുക്ക് 11:30 ആകുമ്പോൾ ഒന്നും കൂടെ പോകണം അല്ലേ? നമ്മൾ നടക്കാൻ വന്നേക്കുവാണ്. അതെ, നടക്ക് കാണട്ടെ, നടക്കട്ടെ. ഇതാണ് നമ്മുടെ ആശുപത്രി. ഒരു ദുബായ് ചെന്ന വൈബ്. പനയൊക്കെ ഉണ്ട്. ദുബായ് ചെന്ന വൈബ്. ഇവിടെ നമുക്ക് ചിറകൊക്കെ വെച്ചിട്ടുണ്ട്. ഹാപ്പിനെസ് ലോഡിങ്. അതെ, ഹാപ്പിനെസ് തിരിഞ്ഞു വന്നിട്ട് നമുക്ക് വീട്ടിൽ പോകായിരുന്നു. വീണ്ടും ഇന്ന് വൈകുന്നേരം വരെ അതെ, ഇവിടെ തന്നെ നമ്മൾ കിടക്കേണ്ടി വരും. ഏകദേശം എല്ലാം വ്യൂ കിട്ടി. 11:30 ഏകദേശം ആവാറായി. തിരിഞ്ഞു വന്നോ
അറിയത്തില്ല. എന്തായാലും ഞാൻ മുട്ട ദിവസം കഴിച്ച് ലൈം ജ്യൂസും കുടിച്ച് വെള്ളം കുടിച്ച് നടക്കുകയും ചെയ്തു. ഇനി തിരിഞ്ഞ് വരെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. തിരിഞ്ഞ് വന്നാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനമാക്കാം, അല്ലെ നമ്മൾ ഡിലേ ആവും. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോയി കഴിച്ചിട്ട് വന്ന് വൈകുന്നേരം ഒക്കെ എടുക്കേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഒരു തവണയും കൂടെ പോയിട്ട് എന്തായി പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ഒന്നിപ്പഴിച്ച 3 പിന്നെ 3ാമത്തേൽ നമുക്ക് നോക്കാം അല്ലേ. തിരിഞ്ഞു വന്ന പക്ഷെ കിട്ടിയില്ലായിരുന്നു. കിട്ടിയാ കർത്താവേ കിട്ടിക്കാണോ? കിട്ടിയാ 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 കിട്ടി. എന്താ അപ്പോൾ അങ്ങനെ പാത്തിരുന്ന കള്ളനെ കിട്ടി. തിരിഞ്ഞു പറഞ്ഞിരിക്കുക. അവസാനം എങ്ങനെയാണ് എന്തായാലും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നാൽ ഡോക്ടറെ കാണും. ഡോക്ടറെ കാണണം. ബാക്കിയെല്ലാം റെഡി. പാട്ട് പോലെ അനൗൺസ് ചെയ്യും ഓരോ ബേബി ജനിച്ചു. അതെ, ഇവിടെ മേളിൽ സ്പീക്കറുണ്ട്. സ്പീക്കറിൽ പറയും ഇവിടെ ഇന്ന ആൾക്കാർക്ക് ബേബി ഗേൾ വന്നു, ബേബി ബോയ് വന്നു, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ ഇടും. അതൊക്കെ ഒരു രസമാണ്. അതൊരു ടെൻ സ്പീഡ് അല്ലേ നമ്മളൊരു. അങ്ങനെ സമയം ഏകദേശം 1 മണിയായി. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. പക്ഷെ നമ്മള് നേരത്തെ ബാക്കി എല്ലാവരും 5 മണിക്ക്. അതെ, കുറെ പേര് ഹോസ്പിറ്റൽ അടയ്ക്കുമ്പോഴൊക്കെയാണ് പോണത്. നമുക്ക് അത്ര വന്നില്ല, എന്നാലും 3 തവണ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു. അത് ആദ്യമേ ഫ്രണ്ട് കാണാനും പിന്നെ ബാക്ക് സൈഡ് കാണാനും. കൊച്ചിന്ന് സ്കാൻ ഉണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞ് കിടന്നതാണ്. അപ്പം നമ്മൾ പിന്നെ വേറെ ഒന്നും കൂടെ തിരിഞ്ഞ് കിടക്കാൻ മോശമല്ല. അപ്പം സാധാരണ എപ്പോഴും കൊച്ചു കമിഴ്ന്ന കിടക്കുന്നത്. അപ്പൊ ഇന്ന് വന്നപ്പോ കൊച്ചു ചേർച്ച് നേരെ കിടന്നേക്കാം, അവര് പെട്ടെന്ന് വീട്ടിൽ പോയിട്ട്. അപ്പൊ കമിഴ്ന്ന് തന്നെ കിടക്കണം. അങ്ങനെ പിന്നെ വീണ്ടും അതൊക്കെ കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒന്ന് ആശ്വാസമായത് ഇപ്പോഴാണ്. അപ്പം പിന്നെ ടെക്കാച്ചറിന്റെ അമ്മ പറഞ്ഞു ഇന്ന് ഇത് നോക്കുമ്പോ ടെൻഷൻ മാറുന്നു. അമ്മ പറഞ്ഞു ഇല്ലില്ല, ഇത് ഇത്ര പന പോലെ വളർന്നാലും അച്ഛനും അമ്മയ്ക്കും മക്കളെ പറ്റി എപ്പോഴും ടെൻഷനാണ്. അതെ, അത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, നമുക്കിത് ഓരോ ഘട്ടം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. ഓരോ മാസം നമ്മൾ വെയിറ്റിംഗ് ഇങ്ങനെ റിസൾട്ട് എന്താവും. അതെ, അപ്പം ഇത്തവണ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നാളെ ഒരു സ്കാനിങ് ഉണ്ട്. അതും നമ്മുടെ വീടിന് അടുത്തായിട്ട്. എനിക്ക് നമുക്ക് കുറച്ച് ദൂരമുണ്ട്. പക്ഷേ നമുക്ക് അടുത്തിവരുടെ തന്നെ വേറൊരു ആശുപത്രി നമ്മുടെ ആലപ്പുഴ ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടാണ് പോണത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യം കയറിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇതായിരുന്നു, കാരണം കിട്ടുന്നില്ലല്ലോ, അങ്ങോട്ട് തിരികെ മറിയുകയും ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരിതായിരുന്നു. പിന്നെ കിട്ടിയപ്പം കുഴപ്പമില്ല. ഇനിയിപ്പം നമുക്കെല്ലാം ഞമ്മിട്ട് വീട്ടിൽ പോവാം അല്ലേ? അതെ, നല്ല കട കണ്ടുപിടിക്കണം. നല്ലൊരു കട കണ്ടുപിടിച്ചിട്ട് നമുക്ക് കഴിക്കണം. ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ പറഞ്ഞ മറ്റേ മീൻകാരന് എന്തോ മീനൊക്കെ കിട്ടുന്നത് മധുചേട്ടൻ്റെ കടയല്ലേ? അങ്ങോട്ട് പോവാം അല്ലേ? അതിൻ്റെ ലൊക്കേഷൻ നോക്കാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പം എല്ലാവർക്കും